നമസ്കാരം. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഉരുളെടുത്തപ്പോൾ ജീവിതത്തിലേക്ക് ശ്രുതിയെ തിരികെ കൊണ്ടുവരുന്നതിന് ജെൻസൺ ഒപ്പമുണ്ടായിരുന്നു. കരുത്തു പകർന്ന സാന്നിധ്യമായി അവൻ അവളെ തന്നോടൊപ്പം ചേർത്തു നിർത്തി. ഡിസംബറിൽ വിവാഹം നടത്തുന്നതിനും തീരുമാനിച്ചു. വീണ്ടും ഒരു ദുരന്തത്തിലൂടെ ശ്രുതിയെ കാലം പരീക്ഷിച്ചപ്പോൾ അവൾക്ക് ജെൻസനെയും നഷ്ടമായി. കേരളത്തെ ഒന്നാകെ വേദനയിലാഴ്ത്തി ജെൻസൺ വിട പറഞ്ഞപ്പോൾ ശ്രുതിക്ക് കരുത്തു പകരാൻ ആശ്വാസവാക്കുകളുമായി എല്ലാവരും ഒപ്പമുണ്ട്. തനിച്ചല്ലെന്ന് ഓർമ്മപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആശ്വാസവാക്കുകൾ കുറിച്ചു. മേപ്പാടി ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ ഞാനും പ്രിയങ്കയും ശ്രുതിയെക്കുറിച്ചും അവളുടെ സഹനശക്തിയെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്നു. വിനാശകരമായ നഷ്ടത്തിലും ഞങ്ങളോട് പറഞ്ഞതുപോലെ അവൾ ധൈര്യവതിയായി നിന്നു. ഇന്ന് അവൾ മറ്റൊരു ഹൃദയഭേദകമായ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നുവെന്നതിൽ ഞാൻ ദുഃഖിതനാണ്. അവളുടെ പ്രതിശ്രുത വരൻ ജെൻസന്റെ വിയോഗം. ദുഃഖകരമായ ഈ സമയത്ത് നീ തനിച്ചല്ലെന്ന് അറിയുക. അതേ അചഞ്ചലമായ ചൈതന്യത്തോടെ മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടാവട്ടെയെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. കേരളത്തെയാകെ കണ്ണീരിലാഴ്ത്തി അപകടത്തിൽ അന്തരിച്ച ജെൻസന് അന്ത്യചുംബനത്തോടെ പ്രതിശ്രുത വധു ശ്രുതി വിട നൽകിയത് കരളുലയുന്ന കാഴ്ചയായി. ശ്രുതിക്ക് അവസാനമായി ഒരു നോക്കു കാണാൻ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നേരത്തെ പള്ളിയിൽ കൊണ്ടുപോയി കാണിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ശ്രുതിയുടെ മാനസിക ശാരീരിക അവസ്ഥ മോശമായതിനാൽ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. 15 മിനിറ്റോളമാണ് ആശുപത്രിയിൽ മൃതദേഹം ദർശനത്തിന് വെച്ചത്. 100 കണക്കിന് ആളുകളാണ് ജെൻസനെ അവസാനമായൊന്ന് കാണാൻ വീട്ടിലേക്ക് എത്തിയത്. കണ്ടുനിന്നവരുടെയും കേരളത്തിന്റെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്ന ജെൻസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഒട്ടേറെ പേർ അന്ത്യദർശനത്തിനായി എത്തിച്ചേർന്നിരുന്നു. സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ബത്തേരി ആശുപത്രിയിൽ വെച്ച് ജെൻസനെ കണ്ടു. ശേഷം അമ്പലവയൽ ആണ്ടൂരിലെ വീട്ടിലേക്കാണ് ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഇവിടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേരാണ് അവിടെയും അന്ത്യദർശനത്തിന് എത്തിയത്. വൈകിട്ട് 3 മണിയോടെ ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടന്നു. ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് അപകടമുണ്ടായതും ജെൻസൺ മരിക്കുന്നതും. ഒടുവിൽ ദുരന്ത തുടർച്ചയുടെ അപൂർവതയിൽ ശ്രുതി മാത്രം ബാക്കിയായി.